ഓം നമഃശിവായ. ഞാന് ഉഷാദേവി, എൻ്റെ മോനാണ് അഖില്. ഞങ്ങൾ ഈ നാട്ടുകാർ തന്നെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് മോക്ഷത്തെ പ്ലാപ്പറ്റ ശ്രീ മോക്ഷത്തെ അമ്പലത്തിലാണ്. ഇവിടെ ഒരു 26 വർഷമായിട്ട് എപ്പോഴും വന്ന് തൊഴുകുന്ന ഒരാളാണ് ഞാൻ. ഭഗവാന്റെ ഒരു ശക്തി എന്ന് പറഞ്ഞാൽ അത് ഇവിടെ വന്ന് കണ്ട് പ്രാർത്ഥിച്ച് തൊഴുകന്നെ വേണം. അത്രയും നമുക്ക് മനസ്സിനൊരു വല്ലാത്ത സന്തോഷവും ഒരു സമാധാനവും ഒക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇവിടെ കുറേ പ്രതിഷ്ഠകളുണ്ട്. കിരാതമൂർത്തി, അതുപോലെ ശിവനും പാർവതി, പിന്നെ ഗണപതിക്ക് മുട്ടാർക്കല്, നാഗങ്ങള്, വേട്ടയക്കരൻ, അങ്ങനെ കുറേ വഴിപാടുകളും ഇവിടെ ചെയ്യാൻ പറ്റും. കുറേ പ്രതിഷ്ഠകളും ഉണ്ട്. നമ്മളുടെ പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലമാണ്. ഇവിടെ കുറേ പ്രത്യേകതകളും ഉണ്ട്. അത് വന്ന് നേരിട്ട് കണ്ട് അനുഭവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അതൊരു വല്ലാത്ത അനുഭൂതിയാ. ഇവിടെ അതുപോലെ തന്നെ വവ്വാലുകള് ഒരു പ്രത്യേകതയാണ് ഈ അമ്പലത്തിന്റെ. എല്ലായിടത്തും കാണുന്നതല്ല. അത് കുറേ വവ്വാലുകളുണ്ട്. കുറേ നക്ഷത്രവനം, അതുപോലെ ഔഷധ സസ്യങ്ങള്, ചെടികള്, അങ്ങനെ ഒരു പ്രകൃതിയായിട്ട് ഇണങ്ങി നിൽക്കുന്ന ഒരു അമ്പലം കൂടിയാണത്. അപ്പോൾ എൻ്റെ അനുഭവം വെച്ചിട്ട് നമുക്കൊരു എന്തെങ്കിലും ഒരു ചെറിയൊരു വിഷമം തോന്നുകയാണെന്ന് വെച്ചാൽ അതിവിടെ വന്ന് പ്രാർത്ഥിച്ച് കുറച്ചു നേരം ഇവിടെ നിൽക്കുകയൊക്കെ ചെയ്താൽ പോകുമ്പോഴേക്കും മനസ്സിന് വല്ലാത്തൊരു സമാധാനം വരാറുണ്ട്. അതുകൊണ്ട് ഞങ്ങളെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്ന് എപ്പോഴും തൊഴുകാറുമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നാഗങ്ങൾക്ക് പ്രത്യേക പൂജ ആയില്യനാൾക്ക് നടത്താറുണ്ട്. അത് ചെയ്യുന്നത് പാതിരാക്കുന്നുമനയിലെ തന്ത്രിമാര് വന്നിട്ടാണ്. മംഗല്യ പൂജയും നടത്താറുണ്ട്. അതും തന്ത്രിമാര് വന്നിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ നമ്മുടെ ആഗ്രഹത്തിന് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ച് പോയി കഴിഞ്ഞാൽ അത് തീർച്ചയായും നടക്കാറുണ്ട്. അതുപോലെ തന്നെ മുമ്പത്തെ പോലെയല്ല, ഇപ്പൊ അമ്പലത്തിൽ തിരക്ക് നല്ലോണം കൂടിയിരിക്കുകയാണ്. അതിന് കാരണം ഭഗവാനോട് പ്രാർത്ഥിച്ച് കിട്ടുന്ന ഫലസിദ്ധി തന്നെയാണ്. അതുകൊണ്ട് മുമ്പത്തെ പോലെ എല്ലാം കൂടുതൽ തിരക്ക് വരുന്നുണ്ട് ഇവിടെ അമ്പലത്തിൽ എപ്പോഴും. അതുകൊണ്ട് എല്ലാവരും മോക്ഷത്തമ്പലത്തിൽ വരിക. അത് ഈ അനുഭവം അനുഭവിച്ചറിയുക തന്നെ ചെയ്യുക. ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിക്കുക. ഓം നമഃശിവായ.